ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2024 ടിയർ റാലി പാസ്സായ എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന 2024 ടിയർ റാലിയുടെ എക്സാം എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത്, ടിയർ റാലിയുടെ സിലബസ് എന്താണ്, വേക്കൻസി കൂടിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളുമാണ്. നിങ്ങൾ ഈ വീഡിയോ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ടിയർ റാലി പാസ്സായ എല്ലാ കുട്ടികളുടെ ഗ്രൂപ്പിലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം. ടിയർ റാലി ഓടി പാസ്സായ കുട്ടികൾക്കറിയാം എത്ര ബുദ്ധിമുട്ടിയാണ് അവർ പാസ്സായതെന്ന്. ആദ്യം ഓടി വരുന്ന 2 അല്ലെങ്കിൽ 5 കാൻഡിഡേറ്റ്സ് മാത്രമാണ് അവിടെ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത്ര ബുദ്ധിമുട്ടിയാണ് ഫിസിക്കൽ പാസ് ആവുന്നത് തന്നെ. ഇനി നിങ്ങളുടെ മുന്നിൽ ആകെ ഒരു സ്റ്റെപ്പ് മാത്രമാണുള്ളത്, അതായത് റിട്ടൺ എക്സാം. അപ്പോൾ റിട്ടൺ എക്സാമിന്റെ പ്രോപ്പർ പാറ്റേൺ എന്താണ്, സിലബസ് എന്താണ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ആ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ 2025 എപ്പോഴാണ് ഇനി ടിയർ റാലി വരാൻ പോകുന്നത് എന്നുകൂടി ഞാൻ പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തിരിക്കണം. എക്സാം പാസ്സായ കുട്ടികൾക്കും ബെനിഫിറ്റ് ആവുന്നതിന് ഈ ഒരു വീഡിയോ, അതോടൊപ്പം അടുത്ത ടിയർ റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും ബെനിഫിറ്റ് ആവുന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് ചെയ്ത വീഡിയോ. ടിയർ റാലിയുടെ സിലബസ് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതായത് 2024 ടിയർ റാലിയുടെ അപ്ഡേറ്റ് ആണ്. എക്സാം എപ്പോഴായിരിക്കും ഇനി വരാൻ പോകുന്നത്? നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത് എന്തായാലും ജനുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടാണ്. ഇതോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, 2024 ഈ ഒരു ടിയർ റാലിയിൽ ടോട്ടൽ എത്ര കുട്ടികളാണ് അറ്റൻഡ് ചെയ്ത്, എത്ര പേരാണ് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ക്വാളിഫൈ ചെയ്തതെന്ന്. ടോട്ടൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന കുട്ടികളുടെ എണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ 35,000 പ്ലസ് ആണ്. ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് ടോട്ടൽ 598 പേരാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു 256 കാണാം. ഇത് ടോട്ടൽ വേക്കൻസിയാണ്. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നത് 174 ആയിരുന്നു PRSലെ ആ ഒരു വേക്കൻസി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ വേക്കൻസി കൂടിയിട്ടുണ്ട്. 82 വേക്കൻസി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ഇപ്പോൾ 256 ആണ്. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ നല്ലപോലെ ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ റിട്ടേൺ എക്സാമിന് വേണ്ടിയിട്ട് നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 2025 തന്നെ TA ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫിസിക്കൽ കണ്ടക്ട് ചെയ്തിരിക്കുന്ന 110 TA ബറ്റാലിയൻ, 122 TA ബറ്റാലിയൻ, 117 TA ബറ്റാലിയൻ കൂടി ചേർന്നിട്ടാണ്. സോൺ 4 ടോട്ടൽ പാസ്സായിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണ് ഈ പറയുന്ന 598 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് എക്സാം പാറ്റേണും അതിൻ്റെ സിലബസും. ഇതോടൊപ്പം കുട്ടികളെ നമ്മുടെ ആന ഡിഫൻസ് അക്കാഡമിയിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആകുന്നത് നവംബർ 30 മുതലാണ് ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആവുന്നത്. ഈ ഒരു വീഡിയോയിൽ പറയുന്ന പ്രോപ്പർ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസ്. ഈവൻ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻ ലഭിക്കുന്നതായിരിക്കും. അതാത് ദിവസങ്ങളിലെ ലൈവ് ക്ലാസ് ആയിരിക്കും റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ആപ്പായ ആന ഡിഫൻസ് അക്കാഡമി എന്ന ആപ്പിൽ നിന്നും ലഭിക്കുന്നത്. വീക്കിലി 6 ദിവസം ക്ലാസ് ഉണ്ട്. 70+ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആയ കുട്ടികളെ നിങ്ങൾക്ക് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒട്ടും മടിക്കാതെ ധൈര്യമായിട്ട് ടീം ആൻഡ്രോടൊപ്പം ജോയിൻ ചെയ്യുക. ഫുൾ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഫുൾ സിലബസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേണിനെ കുറിച്ച് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് സോൾജിയർ, GD, അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ്റെ. ഇവരുടെ എക്സാമിന് GKയിൽ നിന്ന് ടോട്ടൽ 20 ക്വസ്റ്റ്യൻ വരുന്നതാണ്. GSൽ നിന്ന് ടോട്ടൽ 15 ക്വസ്റ്റ്യൻ വരുന്നതാണ്. പിന്നെ മാത്സിൽ നിന്ന് ടോട്ടൽ 15 ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓരോ ക്വസ്റ്റ്യൻ ടോട്ടൽ 2 മാർക്ക് വീതമാണ്. മനസ്സിലായ? ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ടോട്ടൽ എത്രയാണ്? 50 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇത് GD ആൻഡ് ട്രേഡ്സ്മാൻ്റെ ആണ്. ഇവിടെ ക്ലർക്കിന് നിങ്ങൾക്ക് കാണാം. ക്ലർക്കിന്റെ എക്സാമിന് വരുന്നത് ടോട്ടൽ 10 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. GKയിൽ നിന്ന് അതുപോലെ GSൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്കാണ്. പിന്നെ എലിമെന്ററി മാത്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ടോട്ടൽ 15 ക്വസ്റ്റ്യൻ വരുന്നതാണ്, 2 മാർക്കാണ്. പിന്നെ ജനറൽ ഇംഗ്ലീഷിന്റെ ടോട്ടൽ 25 ക്വസ്റ്റ്യൻ വരുന്നതാണ്, 2 മാർക്കാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് സോൾജിയർ ക്ലർക്കിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതോടൊപ്പം തന്നെ കാൻഡിഡേറ്റ്സിന് മിനിമം പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് 32 ആണ് GD ആൻഡ് ട്രേഡ്സ്മാൻ്റെത്. അതുപോലെ തന്നെ 40 മാർക്കാണ് സോൾജിയർ ക്ലർക്കിന്റെ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടി ഏതൊക്കെയാണ് എക്സാമിനകത്ത് വരുന്ന ആ ഒരു സബ്ജക്റ്റ് എന്നും അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റിനും എത്രയാണ് മാർക്ക് എന്നും. ഇനി ഒന്നുകൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇവിടെ നിങ്ങൾ കാണാവുന്ന ഡീറ്റെയിൽ ആയിട്ട് എല്ലാ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വന്ന ടിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നിന്നാണ്. നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിനകത്തൊന്നും തന്നെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് പാറ്റേൺ ഫോർ സോൾജിയർ, GD, ട്രേഡ്സ്മാൻ 10th അതുപോലെ തന്നെ 8th ക്ലാസ്സിൻ്റെത്. ക്ലിയർ? GK 20, ജനറൽ സയൻസ് 15, മാത്സ് 15, 50 ക്വസ്റ്റ്യൻ വരും. ടോട്ടൽ 100 മാർക്കിനാണ്. ക്ലിയർ ആയാലോ? മിനിമം പാസിംഗ് മാർക്ക് 32 ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബാക്കി ട്രേഡ്സ്മാൻ്റെയും 10th ലെവലിൻ്റെയും അതുപോലെ തന്നെ 8th ലെവലിൻ്റെയും ക്ലർക്കിനെയും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ക്ലർക്കുകാർക്ക് പിന്നെ ഇംഗ്ലീഷിൻ്റെ കൂടി ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. 25 ക്വസ്റ്റ്യൻ 15 മാർക്സ്. ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് എന്താണ് ഇതിൻ്റെ സിലബസ് എന്ന്. പ്രോപ്പർ സിലബസ് ആയിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൂടി മെൻഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടി 2024 ടിയർ റാലിയുടെ എക്സാം പാറ്റേൺ എന്താണെന്ന്. ഇനി
നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ സിലബസ് എന്ന്. ഇവിടെ നിങ്ങൾ കാണാവുന്നതാണ് ഫസ്റ്റ് മാത്സിന്റെ 10th ലെവലിലുള്ള എക്സാം ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. മനസ്സിലായ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾ ഇവിടെ നോക്കുക. നമ്പർ സിസ്റ്റം, സിംപ്ലിഫിക്കേഷൻ, LCM, HCF, റേഷ്യോ, പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, പ്രോഫിറ്റ്, SI, CI, വർക്ക് ആൻഡ് ടൈം, സ്പീഡ്, സ്പോട്ട്, പൈപ്പ് ആൻഡ് സിസ്റ്റം, മെൻസുറേഷൻ, 2D and 3D, ജിയോമെട്രി. ഇത്രയുമാണ് മാത്സിന്റെ ചാപ്റ്റേഴ്സ് വരുന്നത്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി അങ്ങോട്ട് കാണുന്ന ഓരോന്നിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ നല്ലപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം GSന്റെ ബയോളജിയുടെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതാണ് ബയോളജിയുടെ സിലബസ് എന്ന് പറയുന്നത്. എല്ലാം ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിലബസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കെമിസ്ട്രിയുടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് ഇവിടെ കാണാവുന്നതാണ്. ക്ലിയർ ആയല്ല, ഫുൾ ചാപ്റ്റേഴ്സ് കാണാം. സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫിസിക്സിന്റെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, വർക്ക്, എനർജി, പവർ, ഹീറ്റ്, മാഗ്നറ്റിക്സ്, ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഫുൾ സിലബസ്. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ. അതിനുശേഷം നെക്സ്റ്റ് നിങ്ങൾ അറിയേണ്ടതാണ് ഇനി GKയുടേത്. GK വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 20 ക്വസ്റ്റ്യൻ വരുന്നതാണ് അവിടെ. 40 മാർക്ക് നമുക്ക് അച്ചീവ് ചെയ്യണം. ഇവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ് മാത്രമാണ്. പിന്നെ എക്സ്ട്രാ കൂടി നമ്മൾ കവർ ചെയ്യണം. അതാണ് സ്ട്രാറ്റജിക്ക് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക്കയുടെ ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സ്ട്രാറ്റജിക്കയുടെ സെപ്പറേറ്റ് വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. ആ ഒരു സിലബസ് കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ജോഗ്രഫിയുടെ നിങ്ങൾക്ക് കാണാം, പിന്നെ അതേ ദിവസം കാണാവുന്നതാണ് ഇത്രയും ടോപ്പിക്സ്. അതിനുശേഷം നെക്സ്റ്റ് ആണ് ഹിസ്റ്ററി. നിങ്ങൾക്ക് ഇവിടെയും കാണാവുന്ന ഹിസ്റ്ററി ടോപ്പിക്സ് എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് എടുക്കുന്ന കുട്ടികളെ. ഇനി നെക്സ്റ്റ് ആണ് പൊളിറ്റിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഫുൾ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ടോട്ടൽ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മാത്സിൻ്റെ സിലബസും അതുപോലെ തന്നെ ബാക്കി നിങ്ങളുടെ GSന്റെ സിലബസ് പിന്നെ GKയുടെ സിലബസ് എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ട്രാറ്റജിക്കയുടെ സിലബസ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടില്ല. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ള കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ കുട്ടികളെ, നിങ്ങളും ഇതേ രീതിയിലുള്ള സിലബസിൻ്റെ ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ലൈവ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കേരളത്തിൽ നിന്ന് അറൗണ്ട്ലി 80 അല്ലെങ്കിൽ ഒരു 120 കുട്ടികൾ മാത്രമാണ് പാസ്സായിരിക്കുന്നത്. ടിയർ റാലിയുടെയൊക്കെ സെപ്പറേറ്റ് ഗ്രൂപ്പും കാണും. അവിടെ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ഫാക്കൾട്ടിയുടെ ക്ലാസ്സിൻ്റെ ലെവലൊക്കെ എങ്ങനെയാണ്, നമ്മുടെ അക്കാഡമിയിൽ നിന്ന് SSC, GDക്കും ആർമിക്കൊക്കെ എത്ര കുട്ടികളാണ് പാസ്സാവുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് 100% ഫുൾ സിലബസ് കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയും ഏതെങ്കിലും റിലേറ്റഡ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.